അപ്പോൾ ഒരു സമരത്തിലേക്ക് നീങ്ങുമ്പോൾ നാളെ മുതൽ ഞങ്ങളില്ല എന്നൊരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും എല്ലാവരുമായി ആലോചിക്കുകയും അങ്ങനെ നമ്മൾ ഒരുമിച്ച് അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയാണോ എന്ന് വിശദീകരിക്കുകയും വേണം. അങ്ങനെ വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇനി ഈ സുരേഷ് കുമാർ എന്ന മുൻകാല പ്രൊഡ്യൂസർ എന്ന് പറയാൻ വേണമെങ്കിൽ ഒരു തരത്തിൽ അദ്ദേഹം 2022 വാശി എന്നൊരു സിനിമ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൾ അഭിനയിച്ച സിനിമ അതിൽ എത്രത്തോളം ബോക്സ് ഓഫീസിൽ ഹിറ്റായിട്ടുണ്ടെന്നുള്ള കാര്യം സംശയമുണ്ട്. അതിനു മുമ്പ് മുഴുവൻ കുറച്ചു കാലമായിട്ട് അദ്ദേഹം റീമേക്കുകളാണ് അല്ലേ, നീലത്താമര, രതി നിർവേദം തുടങ്ങിയ. അപ്പോൾ ഒരു നല്ലൊരു സിനിമ അല്ലെങ്കിൽ വലിയ സ്വന്തമായൊരു ഒരു വേറെ രീതിയിലേക്ക് കൊണ്ടുവരാവുന്ന ഒരു സിനിമ എന്നുള്ളത് റീമേക്കുകളിലേക്കാണ് അദ്ദേഹം പോയിട്ടുള്ളത്. ഈ പറയുന്ന അതിനു മുമ്പുള്ള ആറാം തമ്പുരാൻ പോലുള്ള നല്ല ബോക്സ് ഓഫീസ് ഹിറ്റായിട്ടുള്ള കാലങ്ങളോളം ഹിറ്റായി നിൽക്കുന്ന സിനിമകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ഈ കാലത്തേക്ക് എത്തുമ്പോൾ ഈ പഴയകാല പല നിർമ്മാതാക്കളായാലും പല സംവിധായകരായാലും ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് നിലനിൽപ്പിന് പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ പുതിയ വിഷയങ്ങളുമായി പുതിയ രീതിയിൽ സിനിമ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണോ എന്നുള്ളത് അവർ പരിശോധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഇവിടെ ഈ വരുന്ന പുതിയ ആൾക്കാരും പുതിയ ടെക്നീഷ്യൻസും പൈസ മേടിക്കുന്നവരും ഇവരൊക്കെ തന്നെയും സിനിമ പഠിച്ചു വരുന്നവരും ആ നിലയ്ക്ക് പണം ചെലവഴിച്ച് പഠിച്ചു വരുന്നവരും അല്ലെങ്കിൽ ലോക സിനിമകൾ കണ്ടിട്ടുള്ളതും ആ രൂപത്തിലൊക്കെ വലിയ വിപ്ലവം സൃഷ്ടിക്കുന്നവരാണ്. കഴിഞ്ഞ വർഷമാണ് ഏറ്റവും കൂടുതൽ നല്ല ചിത്രങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിൽ ആരും തന്നെ സൂപ്പർ താരങ്ങൾ അഭിനയിച്ച ചിത്രങ്ങളല്ല. ഇപ്പോൾ 2025 പുതിയ ചിത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, പുതിയ പരീക്ഷണങ്ങൾ നടക്കുന്നു. ഇനിയിപ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ബോളിവുഡിലെ ബാനറുകൾ ഇവിടേക്ക് വരുന്നുണ്ട്.